ശശി തരൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരു വൈകിയെത്തിയ കാൽപ്പനിക കിളിയായിട്ടാണ് എന്ന് നമുക്ക് ആ വന്ന കാലത്ത് തോന്നിയിരുന്നു. രണ്ടർത്ഥത്തിലാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിൽ ഇനി നെഹ്റു യുഗം പോലെ ഒരു കാൽപ്പനികതയ്ക്ക് എന്ത് ഭംഗി? ഒരു സ്വപ്നജീവിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിൽ യാഥാർത്ഥ്യത്തോട് ഇടപെടാൻ പറ്റുമോ? രണ്ട്, സാഹിത്യം, സംസ്കാരം ഇവയൊക്കെ പശ്ചാത്തലമാക്കി ഒരു അമേരിക്കനിസവുമായി ഇന്ത്യൻ പൊളിറ്റിക്സിൽ സോണിയാഗാന്ധിയുടെ പാർട്ടിയിൽ വന്നാൽ ശശി ശോഭിക്കുമോ എന്നീ സംശയങ്ങൾ വെച്ചുകൊണ്ടാണ് റൊമാൻറ്റിക് ബേർഡ് ഫാർ ബിഹൈൻഡ് എന്ന് നമുക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹം ഒരു സക്സസ് ആണെന്ന് തെളിയിച്ചു, ഏറെക്കുറെ പാർലമെൻറ്റേറിയൻ എന്ന നിലയിലെങ്കിലും. പക്ഷേ ഇപ്പോൾ കോൺഗ്രസുമായി അദ്ദേഹം ഇടയുന്നു. എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം? ശശിയുടെ വീക്ഷണത്തിൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ്സുകാരനായിരുന്നില്ല. കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട്. അതായത് ശശി തരൂർ 1997 ഒരു പുസ്തകം എഴുതിയിരുന്നു, ഫ്രം മിഡ് നൈറ്റ് ടു ദ മില്ലനിയം എന്ന് പറഞ്ഞ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇന്ദിരാഗാന്ധിയെ പറ്റിയും സോണിയാഗാന്ധിയെ പറ്റിയും സഞ്ജയ് ഗാന്ധിയെ പറ്റിയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. പൊതുവെ ഈ ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റു കുടുംബത്തിനെ പറ്റി പ്രത്യേകിച്ചൊരു അഭിപ്രായം ശശി തരൂരിനില്ല. ഇത് പുസ്തകത്തിൽ അച്ചടിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് ഇത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ അവരെ തരൂരിന് പുച്ഛമാണെന്നുള്ള വാസ്തവം അറിവുണ്ടാവുമല്ലോ. തന്നെത്താനെ അവർ പുസ്തകം വായിക്കില്ലായിരിക്കാം, എങ്കിലും KC വേണുഗോപാലിനെ പോലെയുള്ളവരോ ജയറാം രമേശിനെ പോലെയുള്ളവരോ ഒക്കെ ഇത് മാർക്ക് ചെയ്തെങ്കിലും കൊടുക്കുമല്ലോ. നേരത്തെ തന്നെ ഇത് സോണിയാഗാന്ധിയുടെ കണ്ണിൽ എത്തിയിട്ടുണ്ട്. എത്തിച്ച ആള് അതിന്റെ കോപ്പി എനിക്ക് തന്നിട്ടുണ്ട്. അതെ. അപ്പൊ ഇന്ദിരയെ പറ്റി ഈ പുസ്തകത്തില് ശശി തരൂർ പറയുന്നത് ഇതാണ്: അധികാരം തരപ്പെടുത്താനും കൊണ്ടു നടക്കാനും ഇന്ദിരാഗാന്ധിക്ക് മിടുക്കുണ്ടായിരുന്നു. വലിയ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിവില്ലായിരുന്നു. അധികാരം നല്ല കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനുള്ള കഴിവില്ലായിരുന്നു. അവർക്ക് ഉൾക്കാഴ്ചയോ ഒരു പദ്ധതിയോ ഉണ്ടായിരുന്നില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയ പ്രചാരണ മുദ്രാവാക്യങ്ങൾ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെ പുച്ഛമാണ്. ഇനി സഞ്ജയ് ഗാന്ധിയെ ഗുണ്ടയായ പുത്രൻ എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഇനി സോണിയാഗാന്ധിയെ പറ്റി പരമപുച്ഛമാണ് ശശി തരൂരിന്. അതിലുള്ള പുസ്തകത്തിൽ പറയുന്ന വാചകങ്ങൾ വായിക്കാം. ടൂറിനോയിൽ നിന്നുള്ള കെട്ടിടം പണിക്കാരൻ്റെ മകളാണ് സോണിയ. കോളേജ് ബിരുദമില്ല. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്നുള്ള അപൂർവ കാഴ്ചകളല്ലാതെ ഇന്ത്യൻ ജീവിതാനുഭവങ്ങളില്ല. സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ ഭീകരമായ സാമർഥ്യമാണ് അവർക്കുള്ളത്. പൊതു ഇടങ്ങളിൽ അവർ മിണ്ടാറില്ല, ചിരിക്കാറില്ല. ടൂറിൻ വസ്ത്രം എന്നറിയപ്പെട്ടു. ഈ ടൂറിൻ സ്രൂഡ് ഉണ്ടല്ലോ, യേശുവിനെ മൂടിയിരുന്നു എന്ന് പറയുന്നത്, അതാണ് ശവക്കച്ച. അപ്പൊ ടൂറിൻ ശവക്കച്ച എന്ന് അറിയപ്പെട്ടു അവർ ലോകത്തിലെ ഏറ്റവും സങ്കീർണവും അനിയന്ത്രിതവും ആസുരവുമായ ജനാധിപത്യത്തിന്റെ അമരക്കാരിയായി. എന്തൊരു ഗംഭീര നിരീക്ഷണം. അവർ ലോകത്തിലെ ഏറ്റവും സങ്കീർണവും അനിയന്ത്രിതവും ആസുരവുമായ ജനാധിപത്യത്തിന്റെ അമരക്കാരിയായി. ഇത് നെഹ്റു ഗാന്ധി വംശത്തിന്റെ നിത്യഹരിത ജനപ്രിയതയ്ക്ക് തെളിവായി. ഇതാണ് സോണിയാഗാന്ധി പുച്ഛിച്ച ഭാഗം. സ്വയം ശശി തരൂർ രാഷ്ട്രീയത്തിൽ വന്നതിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഇടതുപക്ഷക്കാരനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വതന്ത്ര മനസ്സുള്ള ആളാണ്, ലിബറലാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ വിദ്യാർത്ഥി കാലത്ത് സ്വതന്ത്ര പാർട്ടിയുടെ കൂടെ ചേർന്ന് നിന്നു. സ്വതന്ത്ര വ്യാപാര നിയമം, സോഷ്യൽ ലിബറലിസം എന്നിവ സ്വതന്ത്ര പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അത് ചത്തപ്പോൾ എൻ്റെ ആശയങ്ങൾക്ക് ചുമര് കിട്ടിയില്ല. പാർട്ടികൾക്ക് പുറത്താണ് ഞാൻ നിന്നത്. ഉദാരീകരണം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് മാറി, ലിബറലൈസേഷൻ. പഴയ നിശ്ചല കോൺഗ്രസ് അല്ലാതായി. 1970കളിലും 80കളിലും ഞാൻ എതിർത്ത കോൺഗ്രസ് അല്ലാതായി. ഇത് കാരണം കോൺഗ്രസിലേക്ക് വരാൻ കഴിഞ്ഞു എന്നൊരു തൊടുന്യായം അദ്ദേഹം പറയാണ്. അതെ, UN കാലാവധി ഏതായാലും കഴിയും, രാഷ്ട്രീയത്തിൽ വരണമെന്ന് കരുതിയിരുന്നു, അങ്ങനെ വന്നതാണ്. 2009 തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിട്ട് SM കൃഷ്ണയുടെ കീഴിൽ സഹമന്ത്രിയായിരുന്നല്ലോ, വിദേശകാര്യ സഹമന്ത്രി. അന്ന് ഈ
വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കൊണ്ട് ചെലവ് ചുരുക്കണമെന്ന് തീരുമാനിച്ചിരുന്നു സർക്കാർ ആദ്യമേ. പക്ഷേ SM കൃഷ്ണയും ശശി തരൂരും പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ദിവസ വാടക വലിയ പൈസ കൊടുത്ത് താമസിച്ചിരുന്നത്. അതെ, താമസിച്ചിരുന്നത്. 2010 സുനന്ദയുടെ മറ്റേ IPL വിവാദം വന്നു. അവർക്ക് വിയർപ്പോഹരി കൊടുത്തതിൻ്റെ കോൺട്രവേഴ്സിയൊക്കെ വന്നു. 2023 ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഖാർഗെക്കെതിരെ നിന്നൊന്നും എന്തായാലും നെഹ്റു കുടുംബത്തിന് പിടിച്ചിട്ടില്ല. അവർക്ക് കുടുംബത്തിനോട് കൂറുള്ളവരെ ഇഷ്ടപ്പെടുള്ളൂ. 2009 ഈ ചെലവ് ചുരുക്കൽ വരുന്ന സമയത്ത് ഈ ഒരിക്കൽ വിമാനത്തിലെ എക്കണോമി ക്ലാസ്സിൽ സഞ്ചരിക്കേണ്ടി വന്നു. അങ്ങനെ പോകാവൂ, സാധാരണക്കാർ സഞ്ചരിക്കുന്ന ക്ലാസ്സിൽ മതി, ബിസിനസ് ക്ലാസ്സോ എക്സിക്യൂട്ടീവ് ക്ലാസ്സോ അങ്ങനെയൊന്നും വേണ്ട, ഫ്ലൈയിങ്. അപ്പോൾ ആ സമയത്ത് ഒരു പോസ്റ്റ് ഇയാളിട്ടത് വലിയ വിവാദമായി. ആബ്സല്യൂട്ട്ലി ഇൻ കാറ്റിൽ ക്ലാസ് ഔട്ട് ഓഫ് സോളിഡാരിറ്റി വിത്ത് ഓൾ അവർ ഹോളി കൗസ് എന്നൊരു പോസ്റ്റ് ഇട്ടു. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ, നമ്മൾ ഗൾഫിൽ നിന്ന് സഞ്ചരിക്കുന്നവരൊക്കെ എക്കണോമിക് ക്ലാസ്സിലായിരിക്കുമല്ലോ, അതിന് കാറ്റിൽ ക്ലാസ്, എക്കണോമിക് ക്ലാസ്സിന് കാറ്റിൽ ക്ലാസ് എന്ന് വിളിച്ച് പുച്ഛിച്ചു. ഇതൊക്കെയാണ് ശശി തരൂര് മനോഭാവം പൊതുവെ മനുഷ്യരെ പറ്റി. അദ്ദേഹം ഏതോ ഒരു ദന്തഗോപുരത്തിലാണ് വസിക്കുന്നത്, മറ്റുള്ളവര് ഒക്കെ ഈ കന്നുകാലികളാണ് എന്നുള്ളൊരു മനോഭാവമാണ് അന്ന് പ്രകടമായത്. അത് പലപ്പോഴും കാണുകയും ചെയ്യാം. അപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് താക്കീത് ചെയ്തു. അതെ, താക്കീത് ചെയ്തിരുന്നു. ഇത് എന്നിട്ട് ഇതിൽ പലപ്പോഴും ഇപ്പോഴും പറയുന്നത് പോലെ പിന്നീട് ന്യായങ്ങളുമൊക്കെ പറയാറുണ്ട്. ഇപ്പൊ കേരളത്തിനെ പറ്റി പറഞ്ഞപ്പോഴുമൊക്കെ ഇത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു കുടുംബത്തിനോട് തരൂരിനുള്ള മനോഭാവം. അപ്പൊ തിരിച്ച് നെഹ്റു കുടുംബം എന്താണ് തരൂരിനോട് കാണിക്കേണ്ടത്? അപ്പൊ അവരിപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തരൂര് പൊതുവെ കോൺഗ്രസ്സില് ഉണ്ടാവുമോ എന്താണ് തോന്നുന്നത്? അല്ല, ഇത് ഈ വിമർശനം തരൂർ കോൺഗ്രസ്സിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ട പുസ്തകത്തിലാണ് ഈ വാചകം. പക്ഷേ ഇതേ നിലപാടുള്ള ആളെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സോണിയാഗാന്ധി അതിൽ സ്വീകരിച്ചതും തിരുവനന്തപുരത്ത് വേറെ സ്ഥാനാർത്ഥികളില്ലാഞ്ഞല്ല കോൺഗ്രസ്സിന് ശശി തരൂരിനെ അതിൽ പറയുന്നത് ഇയാള് UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചപ്പോൾ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു, ഇവിടെ അക്കോമഡേറ്റ് ചെയ്തോളാം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. വൈറ്റ് ഹൗസിൽ മൻമോഹൻ സിംഗ് ശുപാർശ ചെയ്യും ഇദ്ദേഹത്തിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകാൻ. അത് നടന്നില്ല. അപ്പോൾ തിരിച്ചുകൂടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ആശ്വാസം എന്ന നിലയിൽ കോൺഗ്രസ്സിൽ ഉൾപ്പെടുത്തിയതാണോ? അതാകാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസിൻ്റെ അന്നും ഇന്നുമുള്ള മനോഭാവം സോണിയാഗാന്ധി നേതൃത്വത്തിന് ശശി തരൂർ വരുന്നത് കൊണ്ട് മെറ്റീരിയലായ ഗുണമുണ്ടാകും. തീർച്ചയായിട്ടും ശശി തരൂർ അതായിരിക്കും തൻ്റെ നിക്ഷേപമായി കരുതിയത്. ആ നിക്ഷേപം അതുകൊണ്ടാണ്. കാരണം തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കളൊന്നും ശശി തരൂരിനെ അന്ന് മനസ്സുകൊണ്ട് സ്വീകരിച്ചിരുന്നില്ല. ആദ്യം അദ്ദേഹം മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സർവാത്മനായുള്ള പിന്തുണ ഉണ്ടായിരുന്നില്ല. അന്നത്തെ പ്രമുഖനായ ഒരു തിരുവനന്തപുരത്തെ ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം പിന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമൊക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു തുക്കിടി സാഹിബ് വരുന്നു, ഞങ്ങൾ തിരുവനന്തപുരം തമ്പാനൂർ വെച്ച് കാണും അദ്ദേഹത്തെ, അദ്ദേഹം ഇവിടെ എന്താകാനാ? ഈ തരത്തിലാണ് അദ്ദേഹത്തോട് സമീപിച്ചത്. VS ശിവകുമാറിന് സംഭവിച്ച നഷ്ടം ശശി തരൂർ വന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി വ്യാമോഹങ്ങളെല്ലാം പിന്നീട് കെട്ടടങ്ങി. അതുപോലെ അനേകം നേതാക്കൾ തമ്പാനൂർ രവി, പാലോട് രവി, ഇങ്ങനെ തിരുവനന്തപുരം ബേസ്ഡായ നേതാക്കന്മാർക്കെല്ലാം ശശിയുടെ വരവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശശി തരൂരിൻ്റെ കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം MP-മാരുണ്ട്, അതിലൊരു MP ആയി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം മറ്റേ ക്യാബിനറ്റ് മിനിസ്റ്റർ ആകും എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ SM കൃഷ്ണയുടെ കീഴിൽ ഒതുക്കുകയാണ് അന്ന് ചെയ്തത്. അപ്പൊ സോണിയാഗാന്ധിക്ക് തരൂരിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ധാരണ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സ്ഥാനാർത്ഥിയായിരിക്കുമോ എന്നുള്ള കാര്യം തന്നെ കണ്ടറിയണം. അത് ശശി തരൂരിനും അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.